നെല്ലാട് പുളിക്കായത്ത് പാലം പൊളിച്ചിട്ട് പുനർനിർമ്മിക്കാത്തതിനാൽ പ്രതിഷേധം ശക്തമാകുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലം പൊളിച്ചിട്ട് 5 മാസം തികഞ്ഞിട്ടും യാതൊരു നടപടിയും അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇതോടെ ദൈനംദിന കാര്യങ്ങൾക്കായി പ്രദേശവാസികൾക്ക് കിലോമീറ്ററുകളോളം ചുറ്റിക്കറങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. MC റോഡിന് ബദലായി മണ്ണൂരിൽ നിന്നും വാളകം പെരുവഴി വഴി രാമമംഗലത്തേക്കും ഏറ്റുമാനൂരിനും 100 കണക്കിന് വാഹനങ്ങളും 4 ബസ്സുകളും സർവീസ് നടത്തുന്ന നെല്ലാട് വാളകം റോഡിൽ പുളിക്കായത്ത് പാലം പൊളിച്ചിട്ട് 5 മാസമാകുന്നു. ഇതുമൂലം നെല്ലാട് കവലയിൽ നിന്നും 300 മീറ്റർ ദൂരം മാത്രമുള്ള പാലത്തിന്റെ അക്കരെയുള്ളവർക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് നെല്ലാടെത്തുന്നതിന് 2.5 കിലോമീറ്റർ പഞ്ചായത്ത് വഴിയിലൂടെ ചുറ്റിയെത്തേണ്ട അവസ്ഥയാണ്. ദിവസേന നെല്ലാട് ഭാഗത്തേക്ക് സ്കൂളുകളിലും കോളേജുകളിലും നെല്ലാട് കിൻഫ്ര പാർക്കിലെ കമ്പനികളിലേക്കും മൂവാറ്റുപുഴയിലേക്കും പോകേണ്ട വിദ്യാർത്ഥികളും യാത്രക്കാരും ഉൾപ്പെടെ ഇതുമൂലം ദുരിതത്തിലാണ്. തോട് ക്രോസ് ചെയ്യുന്നതിനായി ഒരു താൽക്കാലിക ഇടവഴി നിർമ്മിച്ചിട്ടുണ്ട്. കാലവർഷത്തിൽ റോഡിൽ വെള്ളം കയറുന്ന ഇവിടെ മഴ കൂടിയാൽ ഇത് മുങ്ങിപ്പോകും. പാലം പൊളിച്ചതുമൂലം അക്കരെയുള്ളവർ എത്താതായതോടെ നെല്ലാട് കവലയിലെ കച്ചവടക്കാർക്ക് ഇരുട്ടടിയായെന്ന് വ്യാപാരികൾ പറയുന്നു. പാലം പൊളിച്ച് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടെങ്കിലും തിരിഞ്ഞു പോകേണ്ട ഭാഗങ്ങളിൽ ദിശാസൂചികയില്ലാത്തതിനാൽ ദൂരെ നിന്നും പെരുമ്പാവൂർ നെടുമ്പാശ്ശേരി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് പലപ്പോഴും വഴിതെറ്റുന്നുണ്ട്. വാഹനങ്ങൾ വഴിതിരിഞ്ഞു പോകുന്ന മഞ്ചനാട് ചെറുനെല്ലാട് MLA റോഡിൽ മഞ്ചനാട് ഭാഗത്ത് മുന്നറിയിപ്പ് സംവിധാനങ്ങളൊന്നുമില്ലാത്തതിനാൽ വാഹനങ്ങൾ തിരിയുമ്പോൾ അപകടം പതിവാണ്. പാലത്തിന്റെ സ്ലാബ് വാർക്ക കഴിഞ്ഞയാഴ്ച കഴിഞ്ഞു. അപ്രോച്ച് റോഡ് കൂടി പൂർത്തിയായി പാലം തുറന്നുകൊടുക്കാൻ ഇനി എത്രനാൾ വേണ്ടിവരുമെന്ന ഉത്കണ്ഠയിലാണ് നാട്ടുകാർ. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.